بسم الله الرحمن الرحيم وشرط وجوبه ഹജ്ജ് ഉംറ വാജിബാകാനുള്ള ഷർത്ത്. വശർത്ത് വുജൂബിഹി എന്ന് പറഞ്ഞാൽ ഐ മാദുക്കിറാൻ പറയപ്പെട്ടവ വുജൂബാവാനുള്ള ഷർത്ത്. അവ രണ്ടിലേക്കും മടങ്ങും. ആ പറയപ്പെട്ടത് എന്താണ്? മിനൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജ് ഉംറ വുജൂബാവാനുള്ള ഷർത്ത് അൽ ഇസ്ലാമു, ഇസ്ലാമാണ്. ഫലാ യജിബു, ഹജ്ജോ ഉംറയോ വാജിബില്ല അലാ കാഫിരിൻ അസ്ലിയ്യിൻ, ജന്മനാൽ കാഫിറിന് എന്തില്ല? ഇല്ല. ഇല്ലാ ലിൽ ഇഖാബി അലൈഹി, അവൻ്റെ മേലെ ആഖിറത്തിൽ ശിക്ഷ നടത്താൻ ഒഴികെ. അവനോട് ക്വസ്റ്റ്യൻ ചെയ്യും, ഹജ്ജിന് നിനക്ക് കഴിവുണ്ടായിരുന്നില്ലേ, നീ എന്താ ഹജ്ജ് ചെയ്യാത്തത്? ഞാൻ മുസ്ലിം അല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടോ? വേണമെങ്കിൽ മുസ്ലിം ആകണമല്ലോ. അപ്പൊ ആഖിറത്തിൽ ഇഖാബിന്റെ കൽപ്പനയുണ്ട്. ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ചോദിക്കുകയോ പറയുകയോ ആക്ഷൻ എടുക്കുകയോ ഒന്നും വേണ്ട എന്നാ പറഞ്ഞത്. നദീറ മാ മറ ഫി സ്വലാത്തി വഗൈരിഹാ, 1446 നമസ്കാരത്തിന്റെ കാര്യം തെളിയിച്ചിട്ടില്ലേ? ഇതേപോലെ നമസ്കാരം വുജൂബുള്ളത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. അവിടെയും ഇതന്നെ ഉത്തരം പറഞ്ഞു. വലാ അസറ ലിസ്തിതാഅതിഹി ഫീ കുഫ്രിഹി, ഹജ്ജ് ഉംറക്കുള്ള ആവത് ഇസ്ലാമിലേക്ക് വന്ന ശേഷം വേണം. എന്നെങ്കിലേ എന്ത് വേണ്ടു? ഹജ്ജ് ഉംറ വുജൂബുള്ളൂ. കാഫിറായ കാലത്ത് എത്രയും കഴിവുണ്ടായിരുന്നു, വയ്യ പാപ്പറായി, ഇസ്ലാമിലേക്ക് വന്നു, പുതിയ ഇസ്തിതാഅത്തില്ല, വുജൂബുണ്ട. വലാ അസറ ലിസ്തിതാഅതിഹി ഫീ കുഫ്രിഹി, എന്താ? അപ്പൊ എന്താ വേണ്ടി? മുസ്ലിമായ ശേഷം ആവതുണ്ടോ ഇല്ലയോ എന്നാണ്. അമ്മൽ മുർത്തദ്ദു, ആ പറഞ്ഞത് അസ്ലിയായ കാഫിറിനെ പറ്റിയാണ്. ഒരു അസ്ലിയായ കാഫിർ കാഫിറായ കാലത്ത് അവന് വല്ലാതെ ശേഷി ഉണ്ടായിരുന്നു, പിന്നീട് തളർന്നു പോയതാണ്. ഇസ്ലാമിൽ വന്ന ശേഷം യാതൊരു ആവതുമില്ല. മുമ്പുണ്ടായിരുന്നല്ലോ എന്ന് നോക്കിയിട്ട് ഹജ്ജ് ഉംറ വുജൂബാക്കോ? ഇല്ല. എന്നാൽ മതത്തിൽ നിന്ന് തെറിച്ചു പോയവനോ, ഇസ്ലാമിൽ നിന്ന് കുഫ്രിയത്തിലേക്ക് തെറിച്ചു നീങ്ങിയവൻ, അവനോട് എപ്പോൾ തന്നെ കീർത്തനമുണ്ട്. അതായത് ഉടനെ നീ ഇസ്ലാമിലേക്ക് തിരിച്ചെത്ത്, എന്നിട്ട് ഉടനെ നീ എന്ത് ചെയ്യും? അല്ലാണ്ട് അവൻ ഇസ്ലാമിലേക്ക് കയറുന്നത് വരെ സ്റ്റോപ്പായ? അവൻ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ആളല്ലേ. ആ കൽപ്പന ഇപ്പോഴും തുടരുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ലൗ ഇസ്തത്വാഅ, അവന് ആവതുണ്ടായിരുന്നു. എപ്പോ? യുദ്ധത്തിന്റെ കാലത്ത്. സുമ്മ അസ്ലമ, എന്താണ്? ലസിമഹുൽ ഹജ്ജു, ഏതവസ്ഥ നോക്കിയിട്ട് മുർത്തദായ സമയത്തും ഇസ്ലാമിന്റെ വിധിയല്ലേ നടത്തുന്നു. ഇപ്പൊ എന്ത് വേണം? വൈനിഫ്തഖറ, ഈ സമയത്ത് അവൻ എന്തായാലും ഇസ്ലാമിലേക്ക് കയറിയ നേരം ഫഖീർ ആയാലും അവനെ തൊട്ട് ഹജ്ജ് ഉംറ നീങ്ങി കിട്ടൂല, വാജിബ് തന്നെയാണ്. ഫൈനഖറഹു ഹത്താ മാത, അങ്ങനെ അവൻ ഹജ്ജിനെ പിന്തിച്ചു മരിക്കുകയും ചെയ്താൽ ഹുജ്ജൻഹു മിൻ തരിക്കത്തിഹി, അവന്റെ അനന്തരാവകാശത്തിൽ നിന്ന് എടുത്തുകൊണ്ടെങ്കിലും എന്ത് വേണം? ഹജ്ജ് ചെയ്യാതെ നിവൃത്തിയില്ല. അവന്റെ മേലെ കടമപ്പെട്ടു പോയി. അവനോട് ആര് പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ? വേണ്ടാതെ പണിയുണ്ടാക്കിയതല്ലേ. അസ്ലിയായ കാഫിറിന് തർഗീബൻ ഫിൽ ഇസ്ലാം എന്നാ പറയും. ഇസ്ലാമിലേക്ക് വന്നാൽ മുമ്പത്തെ അവസ്ഥ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യണ്ട എന്നാ പറയും. അടുത്തത് വത്തക്ലീഫു,
വൽ ഹുർറിയത്തു വൽ ഇസ്തിതാഅത്തു ബിൽ ഇജ്മാഇ. ഇതെല്ലാം വേണമെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടാം കൗലുണ്ടാ? ഫലാ യജിബു അലാ അൽദാദി ഹൗലായി. ഈ പറയപ്പെട്ടതിൻ്റെ എതിരിലുള്ളവർക്ക് ഫലാ യജിബു ഹജ്ജോ ഉംറയോ വുജൂബില്ല അലാ അൽദാദി ഹൗലായി. ലിദ്ദുൻ ജംഉ അൽദാദ്. ഇത്രയും പറഞ്ഞവരുടെ ലിദ്ദുകളുടെ മേലെ എന്തില്ല? അപ്പോൾ ഓരോ ലിദ്ദും എടുക്ക്. ആ, തക്ലീഫില്ലാത്ത ആള്, അടിമകള്, ആവതില്ലാത്ത ആള്, ഓർക്കൊന്നും എന്തില്ല. എന്താണ് അവർക്ക് വുജൂബ് വെക്കാത്തത്? ഇത് കാര്യമായ ഒരു വലീഫത്താണ് ഹജ്ജ് ഉംറ. അതുകൊണ്ട് അത് കാര്യമായ ആളുടെ മേലെ മാത്രമേ വെച്ച് കെട്ടാവൂ എന്നാണ്. ലിനഖ്സിഹിം. ഈ അല്ലാഹ് മുഴുവനും ന്യൂനത ഉള്ളവരാണ്. തക്ലീഫില്ല, അതായത് പ്രായപൂർത്തിയില്ല എന്നുള്ളത് ഒരു ന്യൂനതയല്ലേ? ബുദ്ധിയില്ല എന്നുള്ളത് ന്യൂനതയാണ്. അടിമത്തം എന്ന് പറഞ്ഞത് ന്യൂനതയാണ്. ആവതില്ല എന്നുള്ളതും കണ്ടില്ലേ? വഉലിമ മിൻ കലാമിഹി. വഉലിമ അറിയപ്പെട്ടു മിൻ കലാമിഹി. മുസന്നിഫ് റഹിമഹുല്ലാഹിന്റെ കലാമിൽ നിന്ന് മഅമ മറഫീഹി, മുമ്പ് പറഞ്ഞതായ ഒന്നോടുകൂടി 9-ാം പേജിൽ മുമ്പ് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വഹിയാകാൻ അത്രയൊന്നും വേണ്ട 9-ൽ. അതും കൂടെ കൂട്ടിപ്പിടിച്ച് സംസാരിക്കും. 9-ാം പേജിൽ പലതും സംസാരിച്ചിട്ടില്ലേ? സ്വഹിയാകാൻ അത്രേ വേണ്ടു, ഇസ്ലാമേ വേണ്ടു. മുബാശറത്ത് സ്വഹിയാകണ്ടിക്കൽ തമീസും കൂടിയാകണം. മുക്കല്ലഫല്ല. നേർച്ച വീഴണ്ടിക്കൽ ഇന്ന ഷർത്ത്, ഉജൂബാകാൻ ഇന്ന ഷർത്ത്. 9-ൽ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അന്നൽ മറാത്തിബ ഖംസുൻ. ഹജ്ജിന്റെ സ്റ്റേജുകളിലാകെ എത്രയാ? 5. ഇത് വേണ്ടതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ ഷെർവാനി 5-ാം പേജ് എടുക്കണം. നിഹാന്റെ ഈ വാർത്ത കൊടുത്തിട്ടതാ. ഷെർവാനി 5-ാം പേജിൽ 5 എന്താ? ഇവിടെ ഒന്നും കൂടി ബയാനൊന്നും ആക്കുന്നില്ല. അതെ, അല്ല, ആകെ മർത്തബ ഇത്രയാണെന്ന് ആദ്യം പറയാ. അതെ, 5 ഉണ്ട്. 5 മർത്തബ ഉണ്ട്. സിഹത്ത് മുബാശറ, വുഖൂഅൻ അനിന്നത്, വുഖൂഅൻ അൻ ഹജ്ജത്തുൽ ഇസ്ലാം, വുജൂബ്. ഓരോന്നിനും നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്തറത്തു മഅൽ വഖ്തി അൽ ഇസ്ലാമു വഹദഹു എന്നാ പറഞ്ഞത്. ലിസിഹത്തി വമാ തംയീസി ലിൽ മുബാശറത്തി വമാ തക്ലീഫി ലിന്നദിരി വമാ അൽ ഹുർരിയത്തി ലിവുഖൂഇഹി അൻ ഹജ്ജത്തുൽ ഇസ്ലാം വഅംറത്തി വമാ അൽ ഇസ്തിതാഅത്തി ലിൽ വുജൂബി നിഹായ വാജൂരി. നിഹായന്റെയും വാജൂരിന്റെയും വാർത്ത വായിച്ചില്ലേ? സ്വഹിയാകാൻ എന്താ വേണ്ടത്? ഇസ്ലാം മാത്രം. മുബാശറത്ത് ഇവൻ തന്നെ ആരുടെയും താങ്ങില്ലാതെ സ്വയം നിർവഹിച്ച് പൂർത്തിയാക്കണ്ടിക്കൽ തമീസ്. നേർച്ച വീടണ്ടിക്കൽ എന്തും വേണം? തക്ലീഫ്. ഹജ്ജത്തുൽ ഇസ്ലാമിനെ തൊട്ട് പകരം നിൽക്കണ്ടിക്കൽ ഹുർരിയത്തും വേണം. വുജൂബ് വേണ്ടിക്കൽ എന്തും കൂടെ വരും? ഒന്ന് സിഹത്തു മുത്ലഖ, 2 സിഹത്തു മുബാശറ, 3 ഫവുഖൂഉൻ അന്നദിരി, 4 ഫവുഖൂഉൻ അൻ ഫർളിൽ ഇസ്ലാം വുജൂബ്. 5 സ്റ്റേജ് ആയില്ലേ? അതിന് സമാപനാണ് ഇപ്പം പറഞ്ഞത്. ഷർത്ത് വുജൂബിഹി എന്ന് പറഞ്ഞത്. വഅന്നൽ ഇസ്തിതാഅത്തൽ വാഹിദത കാഫിയത്തുൻ ഫിൽ ഹജ്ജി കാഫിയത്തുൻ ലിൽ ഹജ്ജി വൽ ഉംറ. രണ്ടാൽ ഒന്നിന് ഇസ്തിതാഅത്ത് വന്നാൽ തന്നെ രണ്ടും വുജൂബായി. വെമ്പേറെ വേണ്ട. മസല എങ്ങനെയാണ്? ഒരാൾക്ക് ഉംറയ്ക്ക് മാത്രമാവുന്നുണ്ടെങ്കിൽ അത് ഫർളായില്ലേ? അത് ചെയ്യാതെ വേണ്ടപ്പെട്ടാൽ അവന്റെ സമ്പത്തിൽ നിന്നെടുത്ത് ചെയ്യണ്ടേ? ഹജ്ജിന് മാത്രം സൗകര്യപ്പെട്ടാൽ ഹജ്ജ് വിട്ടണ്ടേ? രണ്ടിനും സൗകര്യമുണ്ടെങ്കിൽ. ഇപ്പൊ പണ്ഡിതന്മാർ പറയുന്ന ഏതെങ്കിലും ഒന്നിന് സൗകര്യപ്പെട്ടാൽ രണ്ടിനും സൗകര്യമായി.
അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. സൗകര്യമില്ലാതെയും വരുമോ? ഹജ്ജിന് മാത്രം സൗകര്യമുണ്ട്, ഉംറക്ക് സൗകര്യമില്ല. അങ്ങനെ ആയിക്കൂടെ? 2 റണ്ണിങ് വേണ്ടെന്നേ പറയാൻ പറ്റൂ. എല്ലായ്പ്പോഴും ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് 2ന്റെയും ഇസ്തിതാഅത്തായി എന്ന് പറയാൻ പറ്റോ? ഇസ്തിതാഅത്തുൽ വാഹിദത കാഫിയത്തുൽ ലിൽ ഹജ്ജി വൽ ഉംറ. ഒരേ ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് തന്നെ ഹജ്ജിനും ഉംറക്കും ഇസ്തിതാഅത്തായി. കദാതിലഖു, അങ്ങനെയാണ് അവർ തീർത്തു പറഞ്ഞത്. വമഹല്ലുഹു കമാ ഹുവ വാദിഹ്, ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് 2ഉം ഫർളാവുക എന്നത് എപ്പോഴാ? ഇസ്തിതാഅത്തുൽ ഹജ്ജി. കാരണം ഹജ്ജിന് ഇസ്തിതാഅത്ത് ഉണ്ടായാൽ എന്താകും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ തീർത്തു പറയുന്നത്. ഹജ്ജിന് ആവത് വന്നാൽ ഓട്ടോമാറ്റിക്കായി എന്തായി? അത് ശരി തന്നെയാ. അവിടെ ഖിറാനാക്കിയാലല്ലേ ആവുള്ളൂ. ഖിറാനാക്കിയാൽ വെറും ഹജ്ജ് ചെയ്യലോട് കൂടി തന്നെ ഹജ്ജും കിട്ടി, എന്തും കിട്ടി അല്ലേ? അന്നൽ ഇസ്തിതാഅത്താന്ന് പറഞ്ഞത് അവിടെ അത്ഫ്, അന്നൽ മറാത്തിബ ഖംസുൻ. പക്ഷേ അവിടെ ഒരു ബുദ്ധിമുട്ട് വേറെ കിടക്കുന്നുണ്ട് ആ മാന വെക്കുന്നതിന്. എന്താണ്? മുമ്പ് പറയപ്പെട്ടതിൽ നിന്ന് അറിയപ്പെട്ടു ആകെ മർത്തബകൾ 5ആണെന്നും ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് 2 ഇസ്തിതാഅത്ത് ആയി എന്നും അറിയപ്പെട്ടു. അതുകൊണ്ട് അറിയപ്പെട്ടിട്ട് പുതിയ ജുംലയല്ലേ? നീ അറിയുക അന്നൽ ഇസ്തിതാഅത്തുൽ വാഹിദത കാഫിയത്തുൽ ലിൽ ഹജ്ജി വൽ ഉംറ, അല്ലാണ്ട് അതുകൊണ്ട് അറിയപ്പെട്ടിട്ട്. അപ്പോൾ ഇബ്നു ഹജർ തീർത്ത് പറഞ്ഞത് ഹജ്ജിന് ഇസ്തിതാഅത്ത് വരുമ്പോഴേക്കന്നെ എന്തായി? അതെങ്ങനെയാ വരുന്നതെന്നാ ചോദ്യം. അത് ആർക്കേ വരുള്ളൂ? ഖിറാൻ നടത്തിയവർക്ക്. അല്ലെങ്കിൽ എങ്ങനെ വരുന്നത്? വരാണ്ട് ആവൂലേ? ഖിറാൻ നടത്തിയവർക്ക് തീർച്ചയായും എന്താകും? ഖിറാൻ എന്നെ നടത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റോ? ഇല്ല. അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലാമ ഇബ്നുൽ ജമാൽ ശറഹുൽ ഇലാഹി. വകദാ ഇസ്തിതാഅത്തുൽ ഉംറതി വഹദഹ ആകും ഫി വഖ്തിൽ ഹജ്ജി. എങ്ങനെ? അല്ല, വവാദിഹും ഫി ഇസ്തിതാഅത്തുൽ ഹജ്ജി എന്താണ്? വവാദിഹുൻ വമഹല്ലുഹു കമാ ഹുവ വാദിഹുൻ. ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് തന്നെ 2 മുജൂബായി എന്ന് പറഞ്ഞത് 2ന്റെയും ഇസ്തിതാഅത്തായി. അത് ഇസ്തിതാഅത്തുൽ ഹജ്ജി, ഹജ്ജിൻ്റെ അടുത്ത് അങ്ങനെ വരിക തന്നെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ ഖിറാനാക്കിയാൽ മതിയല്ലോ എന്ന്. എന്നാൽ ഹജ്ജിൻ്റെ അടുത്ത് തന്നെ ഹജ്ജിന് ഇസ്തിതാഅത്ത് ഉണ്ടായിട്ട് ഉംറക്ക് ഇസ്തിതാഅത്ത് ഇല്ലാതെ ഗതികേടും വരും. അങ്ങനെ ഹജ്ജ് മാത്രമേ ഉജൂബാവുള്ളൂ. അതെങ്ങനെയാണ്? ലോ വജദ മുഅന ദഹാബി വയ്യാമിൽ ഹജ്ജി ഇലാ വഖ്തിൻ നഫരി വല്ലാഹുദി അഖിബൻ നഫരി. ചിലവെല്ലാം എത്തിച്ചിട്ടുണ്ട് പോകാൻ, അയ്യാമുൽ ഹജ്ജ് മടങ്ങാനും എല്ലാം എത്തിച്ച്. അവനെങ്ങാനും ഉംറ കൊണ്ട് ഏർപ്പെട്ടാൽ തിരിച്ചു വരാൻ പൈസ തെയ്യൂല. ഉംറയെങ്ങാനും മുന്തിച്ചാൽ ഹജ്ജിന് തെയ്യൂല. ഫഹൽ തജിബുൽ ഉംറതു ഫീ ഹാദിഹിൽ ഹാല. അവന് ഉംറ നിർബന്ധമായിട്ടില്ലല്ലോ. 2.5 ചിലവ് കൊണ്ടൊക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടൊക്കുന്നില്ല. എന്താ ചെയ്യല്? അങ്ങനെയും വരൂലേന്ന്. കണക്കായ റേറ്റ് മാത്രം എടുത്തിട്ട് പോയവരുണ്ടാവില്ലേ? പോകാനുള്ള ചിലവുണ്ട്, അയ്യാമുൽ ഹജ്ജിൻ്റെ ചിലവുമുണ്ട്, വഖ്തുൻ നഫർ വരെ, കല്ലെറിഞ്ഞിട്ട് മടങ്ങുന്നത് വരെ. ഉടനെ മടങ്ങാനുള്ള ചിലവുണ്ട്. അവനെങ്ങാനും ഉംറക്ക് ഏർപ്പെട്ടു പോയെങ്കിൽ മടങ്ങാൻ ഈ ചില്ലറ തെയ്യൂല. സ്റ്റോപ്പിലെവിടെങ്കിലും ഇറങ്ങി നടക്കേണ്ടി വരും. പിന്നെ ഇനി നേരത്തെ ചെയ്താലോ ഈ ചില്ലറ കാശ് എന്തിന് മതിയാവൂല. അന്നേരോ ഹജ്ജിന് തെയ്യൂല, അല്ലെങ്കിൽ മടങ്ങാൻ തെയ്യൂല. ഈ സമയത്ത് എന്താ വരുന്നത്? ഹജ്ജ് മാത്രമല്ല എന്തുള്ളൂ. അങ്ങനെ വരും. പക്ഷെ അപൂർവന്നതല്ല, സാധാരണഗതിയാണ് ഇപ്പം പറഞ്ഞത്. ഹജ്ജ് നിർബന്ധമാവലോടുകൂടി ആയി. അതേ സമയത്ത് ഉംറക്ക് ഇസ്തിതാഅത്ത് വന്നാൽ ഹജ്ജിൻ്റെ ഇസ്തിതാഅത്ത് വന്നെന്ന് ഒരിക്കൽ പറയാൻ പറ്റൂല. മക്കയിലങ്ങെത്തുന്നതല്ലേ ഉള്ളൂ. അമ്മ ഇസ്തിതാഅത്തുൽ ഉംറത്തി
ഫീ ഗൈരി വഖ്തിൽ ഹജ്ജി ഫലാ യുതവഹമു ലിക്തിഫാഉ ബിഹാ ലിൽ ഹജ്ജി. ഉംറക്കുള്ള ഇസ്തിതാഅത്ത് കൊണ്ട് എന്ത് കിട്ടുന്നേ ഇല്ല, കിട്ടുന്നില്ല. ഇനി ഹജ്ജിന്റെ സീസണിൽ തന്നെ കിട്ടാണ്ട് വരും. ഖാലൽ അല്ലാമ ഇബ്നുൽ ജമാൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന്റെ ഇപ്പം ഫീ ഗൈരി വഖ്തിൽ ഹജ്ജിയാ പറഞ്ഞത്, വഖ്തുൽ ഹജ്ജിൽ തന്നെ വിഷമം വരുമ്പോൾ ചിലപ്പോ എങ്ങനെയാണത്? യുംകിനു അൻ യജിദമായ യഹ്താജു ഇലൈഹി ലിത്യാനി ബിഹാ മിൻ അദ്നൽ ഹില്ലി ദൂനമായ യഹ്താജു ഇലൈഹി ലിൽ വുസൂലി ബി അറഫ. എന്താ അറഫയിലേക്ക് എത്താൻ പൈസ ഇല്ല പോലും, അദ്നൽ ഹില്ലിലേക്ക് എത്താൻ പൈസ ഉണ്ട്. ഖിറാനാക്കിയാൽ പോലും അവന് ചെലവക്കൂല പോലും. എന്നാല് ഉംറ മാത്രമേ എന്താകുന്നുള്ളൂ. ആ ഹജ്ജിന്റെ വഖ്തിൽ തന്നെ എനിക്കെന്തേ നിർബന്ധമായി വരുന്നുള്ളൂ. അതിനിലേക്ക് പോകാൻ, മസ്ജിദ് ആയിഷയിലേക്ക് പോകാനുള്ള ചെലവുണ്ട് പോലും, അങ്ങോട്ടൊന്നും പോകാൻ ചെലവ് ചെയ്യുന്നില്ല. അങ്ങനെ വരൂലേ? പിന്നെ വഖ്തിൽ ഹജ്ജ് പറഞ്ഞിട്ട് എന്ത് മതി? വഹിയ നൗവാനി എടുത്തോ. വഹിയ നൗവാനി ഇസ്തിതാഅത്ത് രണ്ട് സൈസ്. അഹദുഹുമാ ഇസ്തിതാഅത്ത് മുബാശറത്തിൻ, ഒന്ന് നേരിട്ട് പോയി ചെയ്യാനുള്ള ആവത്, തടി കൊണ്ടും വഴി കൊണ്ടും മുതൽ കൊണ്ടും ഉള്ള ഇസ്തിതാഅത്ത്. പിന്നൊന്ന് ഇസ്തിതാഅത്തും ബിഗൈരി, വേറൊരാളെ അനക്കാനുള്ള കഴിവ്. അവിടെ പിന്നെ ആരോഗ്യം വേണമെന്നില്ല, പൈസ മാത്രമേ കൊണ്ടു. ഒന്ന് സ്വയം പോയിട്ട് ചെയ്യൽ. വലഹാ ശുറൂത്തുൻ, കുറേ ഷർത്തുകളുണ്ട്, ആകെ 7 ഷർത്തുകളുണ്ട്. ഇവിടെ മൈനായി എണ്ണുന്നത് 4 ഷർത്തുകൾ. സ്വയം ചെയ്യാൻ, ആളെ അയക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിടപ്പിലായാൽ, അത് ഇസ്തിതാഅത്തും ബിൽ ഖൈറാണ്. അതിന് വേറെ ഷർത്തല്ലേ? ആ ഷർത്തല്ല ഇപ്പം പറയുന്നത്. സ്വയം ഇവൻ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ത് നടത്താൻ, അതിന് ഷർത്തുണ്ട്. ലാഹിറുഹു, ഈ പറഞ്ഞതിന്റെ ലാഹിർ വൽ സ്വരീഹു, സ്പഷ്ടവും കസായിരി കലാമി അന്നഹു ലാ ഇബ്റത ബിഖുദ്റതി വലിയ്യിൻ അലൽ വുസൂലി ഇലാ മക്ക വഅറഫ ഫീ ലഹദത്തിൻ കറാമത്തൻ. അത്ഭുതത്തിൽ അത്ഭുതമായി മക്കയിലും അറഫയിലും വലസാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേറെ ചുറ്റുപാടൊന്നും ഇല്ലാണ്ട് ഹജ്ജ് ഉജൂബായി എന്ന് പ്രഖ്യാപിക്കോ അവരുടെ മേലെ? കറാമത്ത് കൊണ്ട് വിധി പറയൂല എന്നാണ്. കറാമത്ത് വന്നെങ്കിൽ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. അത് പ്രകടമാക്കണമെന്നും ഞമ്മ പറയില്ല. അത് അദ്ദേഹത്തിന് മാത്രമുള്ളൊരു സമ്മാനമായിട്ടാ കൂട്ടുന്നത്. ഇസ്ലാമിന്റെ വിധി അതിന്റെ മേലെ എടുക്കപ്പെടോ? എന്താ പറഞ്ഞേ? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇബ്റത ബിഖുദ്റതി വലിയ്യിൻ, ഒരു വലിയന്റെ ആവത് ഇവിടെ പരിഗണിക്കൂല. എന്തിനുള്ള ആവത്? മക്കാ ഷരീഫിലേക്ക് എത്താൻ, അറഫയിലേക്ക് എത്താൻ 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് അവന് വഴിക്ക് വേണ്ടുന്ന കെട്ട് വേണ്ട, ഭക്ഷണം വേണ്ട, അതൊന്നും ഇല്ലാതെ തന്നെ ഹജ്ജ് ഉജൂബാകും എന്ന് പറയാൻ തയ്യാറുണ്ടാ? ഇയാളെ പറ്റി നീ പറയൂല. അയാൾ ഹജ്ജ് ചെയ്താലായി, ഇസ്ലാമിന്റെ ഹജ്ജായും ചെയ്യും, ഉജൂബ് കൂടിയും ചെയ്യും. അതല്ല പറയുന്നത്. അവനോട് പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റോ? ആദിയായ അസ്ബാബിന്റെ മേലെ എടുത്തുകൊണ്ടാണ് എന്ത് സംസാരിക്കുള്ളൂ. വഇന്നമൽ ഇബ്റതു ബിൽ അംരിൽ ലാഹിരിൽ ആദി, ഫിഖ് മസ്അലയിൽ പരിഗണിക്കപ്പെടുന്നത് ബിൽ അംരിൽ ലാഹിരിൽ ആദി. അപ്പം എന്ത് വേണോ? എല്ലാവർക്കും വേണ്ട പോലെ ഇവർക്കെല്ലാം എന്തെല്ലാം സൗകര്യങ്ങളാക്കിയിട്ടുണ്ടോ ആ സൗകര്യങ്ങളെല്ലാം എത്തിച്ചവർക്ക് എന്താവുള്ളൂ. ഇയാള് കൈ നീട്ടിയ ഉത്തരം കിട്ടും പോലും, അപ്പൊ ഇന്നത് ക്യാൻസലായി കിട്ടും. അങ്ങനെ കറാമത്ത് വെളിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഹജ്ജ് പിടിച്ചെടുക്കൽ, അങ്ങനെ ഉജൂബുണ്ടാ? കറാമത്തിന്റെ കഴിവുണ്ടെങ്കിലും അതിന്റെ മേലെ ഫിഖ് മസാല നിർമ്മിതമല്ലേ അല്ല എന്നാണ്. ഫലാ യുഖാതബു ദാലിക്കൽ വലിയ്യു, ഫലാ യുഖാതബു ദാലിക്കൽ വലിയ്യു,
എന്താ എന്തുകൊണ്ട് ഇല്ലായും ഖദറക്കല്ലാത സാധാരണ ലോക്കൽ മനുഷ്യന്മാർക്ക് വുജൂബാകാൻ എന്തെല്ലാം അവധികൾ വേണോ അതെല്ലാം ആർക്കും കുന്നുകൂടണം. ഇയാൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആള് കാറ്റത്ത് പറക്കും, കാറ്റത്ത് തന്നെ തിരിച്ചു വരും. ഭക്ഷണം എല്ലാം എന്താക്കും, മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റും. അതൊന്നും നമ്മളോട് പറയണ്ടാവില്ല. അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ അത് വിജയിക്കുമോ ഇല്ലയോ ഒന്നും പറയാൻ കഴിയില്ല. അതൊന്നും കത്തയ്യ ദലീലാണോ? നോക്കുമ്പോഴേക്ക് സുമറായിത്തുമായുസരിഹു വിദാലിക്ക. ഈ കാര്യം വെട്ടിത്തിളങ്ങുന്ന ഒരു ഇബാറത്ത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം അഞ്ചേ 107 റഹിനിന്റെ ബാബിലി ഒരുത്തൻ പറയുന്നത് ഞാൻ പണയം വെച്ചിട്ടുണ്ട് എന്ന്. അതിനുള്ള സംവിധാനം കാണുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമെന്നും പറയുന്നു. ദൂരത്താണെങ്കിൽ സ്വീകരിക്കണ്ട, ഇവൻ വലിയ തന്നെ ആയാലും ശരിയെന്ന് റഹിനിന്റെ ബാബിൽ സമർത്ഥിച്ചിട്ടുണ്ട്. ആദിയായ കേസേ നമ്മൾ എടുക്കുള്ളൂ. ഹർക്കുല്ലാദത്ത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. പണയ സാധനം കൊടുത്തണോ ഇല്ലയോ എന്ന് സംശയം. ഇവൻ പറയുന്നത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇംകാൻ ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ടേ? ഇംകാനില്ലെങ്കിൽ സ്വീകരിക്കണം. അപ്പോൾ സിറിയയിൽ നിന്ന് കൊണ്ട് പറയുന്ന ഇന്ന സ്ഥലത്ത് ലോകത്തിൻ്റെ മറ്റേ മൂലക്ക് ഞാൻ കൊടുത്തു. ആദിയായ രൂപത്തിൽ ഇവൻ ആ സമയത്ത് അവിടെ എത്താൻ സാധ്യതയില്ല. എന്നാലും സ്വീകരിക്കൂല എന്ന് ഞാൻ വെട്ടിത്തെളിഞ്ഞ് സമർത്ഥിച്ചിട്ടുണ്ട്. 5:107 മാ സാദ്കുറുഹു അവാഖിറ റഹിനി അന്നഹു ലാ ബുദ്ദ ഫീ ഖബ്ളിഹി. പിടിച്ചതായി വരവ് വെക്കാൻ റഹിനിൽ നിർബന്ധമാണ്. മിനൽ ഇംകാനിൽ ആദിയി ഇത് നുസ്സാലിഹി. ഷാഫി ഇമാമിന്റെ മുത്തുവഴി തന്നെയുണ്ട്. അങ്ങനെ എങ്ങനെ ആദിയായ ഇംകാനെ നമ്മൾ വിലയിരുത്തുള്ളൂ. എന്താവൂല? ഹർക്കുല്ലാദത്ത് കൊണ്ട് സംസാരിച്ചായിരുന്നു എന്താവൂല. നോക്ക് വിവാദത്ത് നോക്ക് 5:107 കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള മഹല് ഫീ ഖബ്ലി മുംകിനി വൈല്ല കഖൗലി മംബി മക്ക റഹൻതുഹു ദാരി അൽ യൗമ. ഞാൻ അവന് പണയം കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട് എവിടുന്നാ കൊടുത്തത്? ഷാമിൽ നിന്ന്. അവന് ഇഖ്ബാലാക്കി കൊടുത്തോ? അതും കൊടുത്തു എന്നാ പറയും. മിനിറ്റ് 5 ആയിട്ടും ഇല്ല പോലും. കഖൗലി മംബി മക്ക, മക്കയിലുള്ള ആളുടെ വാക്ക്. റഹൻതുഹു ദാരി അൽ യൗമ, എൻ്റെ വീട് ഞാൻ പണയത്തിന് കൊടുത്തു. ബിഷാമി, എവിടുന്നാ നീ കൊടുത്തത്? ഷാമിൽ. നിങ്ങളെവിടെ ഉള്ളത്? ഓക്കെ. പണയം ആക്കി എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. കബളുമാക്കി കൊടുത്തു പോലും. ഇവൻ മക്കയിൽ തന്നെ ബാക്കിയുണ്ട്. ഫഹുവൻ നുസാലിഹി. ഷാഫി ഇമാമിന്റെ നസൻ അങ്ങനെയില്ലേ? ഖാലൽ ഖാദി അബൂ തയ്യിബ്, ഖാദി അബൂ തയ്യിബ് പറയുന്നു വഹാദായദുല്ലു, ഈ നസ് വിളിച്ചറിയിക്കുന്നു അലാ അന്നഹു ലാ യുഹ്കമു ബിമാ യുംകിനു മിൻ കറാമാത്തിൽ ഔലിയായി. അതുകൊണ്ട് തെളിവാക്കിയിട്ട് പിടിക്കാൻ പറ്റോ? വെള്ളമില്ലാത്തവർക്ക് ദയമം ചെയ്യാന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയാൽ വെള്ളം വരുമ്പോലും അവന് ദയമം പറ്റൂല വിധിയടോ? ഇല്ല. വലിഹാദ, അത്ഭുത സൃഷ്ടി കൊണ്ട് എന്താവൂല, വിധി പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് കൊല്ല തമ്പി മക്ക ഷരീഫിൽ വെച്ച് കല്യാണം കഴിച്ചു. ബഹുവ ബിമിസ്ര, ഒരാടെയാ ഉള്ളത്. ഫവലദത്ത് ലിസിത്തത്തി അശ്ഹരി മിനൽ അഖ്ദി, 6 മാസത്തിന് ശേഷം എന്തായി? 6 മാസം കറക്റ്റേ ആയിട്ടുള്ളൂ. എത്തിച്ചേരേണ്ട ടൈം കൂട്ടിയിട്ടില്ല. ടോട്ടൽ
6 മാസം പൂർത്തിയായി, സന്താനം അവൻ്റെതാണ് എന്ന് പറയാൻ തയ്യാറുണ്ടോ? എന്തേ? ഇൻകാന് 6 മാസം ടോട്ടലിലായിട്ടുള്ളൂ. അവിടുന്ന് ഇവിടത്തേക്ക് എത്താനുള്ള ടൈമും കൂട്ടിയാ. പക്ഷെ ഇയാൾക്ക് ടൈം വേണ്ട പോലും. മക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ 1 സെക്കൻഡ് പോലും ഇയാൾക്ക് വേണ്ട. എന്നാൽ ഈ പ്രസവിച്ച കുട്ടിയെ ഇവനിലേക്ക് ചേർക്കുന്ന ഒരുമിച്ച് കൂടാൻ സാധ്യത ഉള്ളത് മുതൽക്ക് 6 മാസം എന്നാണ്. ആ ഒരുമിച്ച് കൂടാൻ സാധ്യത എങ്ങനെയാ കുട്ടി? പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഒരാള് ഒരു പെണ്ണിനെ കെട്ടീന് മക്കയിൽ വെച്ചാണ്. അവനുള്ളത് ഈജിപ്തിൽ. റണ്ണിങ്ങിനുള്ള ടൈം 6 മാസമല്ലേ കുട്ടീനെ ചേർക്കാൻ വേണ്ടത്. ഇവനിക്ക് ആകെ 6 മാസമായി പോലും. റണ്ണിങ്ങിൻ്റെ ടൈം കൂട്ടണ്ട, കുട്ടി എനിക്ക് തരണം എന്നാ പറയും. കാരണം എനിക്ക് റണ്ണിങ് വേണ്ടാത്തത് കൊണ്ട്. അങ്ങനെ വിധിക്കോ? പിന്നെ വിലായത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വജബ തറത്തുബുൽ ഹുക്മി അലൽ ഇംകാനി അലാ തരീഖിൽ കറാമ ഖാലഹു ഫിൽ മത്ലബ്. അവനും അള്ളയും തമ്മിൽ അങ്ങനെ ബന്ധപ്പെട്ടോളണം. ജനങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയോ? വഹുവ ഇന്നമാ യഅതി ഫീമാ ബൈനൽ വലിയ്യി വബൈനല്ലാഹി ഫീ അംരി മുവാഫിഖിൻ ലിശ്ശർഇ മക്കനഹു മിൻഹു ഖർഖൻ ലിൽആദത്തി വഫഅലഹു ഫയതറത്തബു അലൈഹി അഹ്കാമുഹു ബാത്തിനൻ. അവനെ അനുഭവം കിട്ടുകയും ചെയ്യും, അവനും അള്ളയും തമ്മിൽ ആ രൂപത്തിൽ കോൺടാക്റ്റും ഉണ്ടാവും. അമ്മാ ളാഹിറൻ ഫലാ നദറ ലിൽ ഇംകാനി കറാമത്തൻ മുത്തലഖൻ. സാധാരണഗതിയിൽ നമ്മൾ കറാമത്ത് തെളിവാക്കി പിടിച്ചുകൊണ്ട് എന്താക്കൂല? എന്താ കാരണം? ഒരു കറാമത്ത് തെളിവാക്കണ്ടെങ്കിൽ കശ്ഫ് കൊണ്ടല്ലേ ഇതാകലി. കശ്ഫ് ഹുജ്ജത്താക്കാൻ പറ്റോ? ഓരോരുത്തരും തോന്നിയ പോലെ പറയൂലേ. നമുക്കെങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഉണ്ട്. ആ ഇതേ മസല തന്നെ ഇനി എവിടെ വരാനുണ്ട് എന്നാ ഷെർവാനി 366 കറാമത്താണോ എടുക്കേണ്ടത് ആദത്താണോ? ഷെർവാനി 366 അല്ല വെള്ളം തേടുന്ന മസല. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു ഒരു മനുഷ്യനുണ്ട്. അയാളെങ്ങാനും ദുആ ചെയ്താൽ വെള്ളം കിട്ടുമെന്ന് യക്കീനുണ്ട്. അദ്ദേഹത്തിന് ഫർളാണോ ദുആ ചെയ്യൽ? ജനങ്ങളെ കാത്തു രക്ഷിക്കാൻ വേണ്ടി. ഒരു ദുആർന്നില്ലെങ്കിൽ വെള്ളം കൊടുക്കാതെ കൊന്നതായിട്ട് കൂട്ടുമോ? ഒരു വലിയുണ്ട് പോലും. ഒരു കൈ പൊന്തിച്ചാൽ ആ വെള്ളം വരത്തു പോലും. കൈ പൊന്തിക്കാത്തത് കൊണ്ടായി ഇപ്പോൾ ഉണങ്ങിയിട്ട് നിൽക്കുന്നു. അപ്പൊ ജനങ്ങളെ മുഴുവനും കൊന്നയാള് അയാളാന്ന്. എന്തേ? ആ മഴ തേടണ്ടേ? ജനങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണ്ടേ? ഇല്ല. അങ്ങനെ ഒരു നിയമമേ ഇല്ല. എന്നമാക്കാന ഖാലിഖൻ ലിൽ ആദത്തി ലാ തതറത്തബു അലൈഹി അൽ അഹ്കാം. അവിടെ അല്ലാമാ ചൗവരി പറയുന്നത് അങ്ങനെയല്ല. രക്ഷപ്പെടുത്താൻ ഇവന്റെ ദുആയെ മാർഗമുള്ളൂവെങ്കിൽ അവന്റെ മേലെ ഫർള് ഐനായി ദുആ ചെയ്യൽ നജാതൽ ലിൽ മുസ്ലിമീൻ. അത് ദഈഫാണ് എന്ന് പറയും. ഇവന് ഒരിക്കൽ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും കിട്ടുമെന്ന് ആര് തെളിയിക്കണമെന്നല്ലോ. അതുകൊണ്ട് അതിൻ്റെ മേലെ പിടിക്കണ്ടെന്നാവും. മനസ്സിലായില്ലേ? പിന്നെ ഖാലൽ ഖാദി അബൂ തയ്യിബ് വഹാദാ ഈ നസ് യദുല്ലു അലാ അന്നഹു ലാ യുഹ്കമു വിധി പറയപ്പെടുകയില്ല ബിമാ യുംകിനു മിൻ കറാമാത്തിൽ ഔലിയായി. ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് എന്തെല്ലാം നടത്താൻ സാധിക്കും അത് നമ്മളിവിടെ വിലയിരുത്തൂല. അങ്ങനെ വിധി പറയില്ല. എല്ലാവർക്കും അതേ വിധിയാണ് ഫിഖ്ഹിൽ. വലിഹാദ മണ്ണ് തൊട്ടാൽ അയാൾക്ക് പൊന്നാവും പോലും. എന്നാൽ അവർക്ക് സക്കാത്ത് വാങ്ങിക്കൂടെ? അങ്ങനെ ഒരു നിയമം ഉണ്ടാ? ഒരു ഖനിയാന്ന്. കാരണം അവർക്ക് തൊടണ്ട ഇതല്ലേ വേണ്ടു. അവരോട് മിസ്കീനാകാൻ ആര് പറഞ്ഞു? അങ്ങനെ ഉണ്ടാ? വലിഹാദ ഇതുകൊണ്ടാണല്ലോ കുട്ടിയെ ചേർക്കാത്തത്.
അവിടെ ഇബാറത്ത് കുറേ കുറവുണ്ട്. വലതുമ്രാത്തിൻ ബി മക്ക ബിമൻ തസവ്വജഹാ ബി മിസ്റ ഫവലദത്തുഹു. അങ്ങനെയാണ് അവിടുത്തെ സങ്കല്പം. വലതുമ്രാത്തിൻ ഒരു പെണ്ണിൻ്റെ കുട്ടി. ആ പെണ്ണെവിടെയാണ് ഉള്ളത്? മക്കയിൽ. ആരുമായിട്ടാണ് മംഗലം കഴിഞ്ഞത്? ഈജിപ്തിലുള്ള ആളുമായിട്ട്. പ്രസവിച്ചതോ ആകെ 6 മാസം മാത്രം. എന്തിൻ്റെ ടൈം എടുത്തിട്ടില്ല. ആ സ്ഥലത്ത് നിന്ന് എത്തിച്ചേരാനുള്ള മണിക്കൂറും കൂടെ കൂട്ടിയാ എന്നാൽ കുട്ടിനെ ചേർക്കാൻ പാടില്ല എന്ന അവസ്ഥല. ഇവനെന്തിനേക്ക് ആവശ്യമില്ലാത്ത ആളായാലും അതും കൂടെ കൂട്ടിയിട്ടാണ് 6 മാസം വേറെയും വേണം എത്തിച്ചേരാനുള്ള ടൈമും. അതുകൊണ്ടല്ലേ ലം യുൽഹഖ് മൻ തസവ്വജ ബിമിസ്റ ഇംറഅതൻ ബിമക്ക. അവിടെ മഹ്ദൂഫുണ്ട്. മൻ തസവ്വജ ബിമിസ്റ ഇംറഅതൻ ബിമക്ക. ഈജിപ്തിലുള്ള ആൾ മംഗലം കഴിച്ചു മക്കയിലുള്ള പെണ്ണിനെ. ഫവലദത് ലിസിത്തത്തി അശ്ഹുരിൻ മിനൽ അഖ്ദി. ടോട്ടൽ എന്തേ ആയിട്ടുള്ളൂ? 6 മാസം. എന്ത് കൂട്ടിയിട്ടില്ല. എന്നാലും ഇവനിലേക്ക് ചേർക്കണ്ടേ കണക്കിന്? ഇല്ല, ചേർക്കൂല. പിന്നെങ്ങനെ കൂട്ടണ്ടി? കൂട്ടണം. ഇവനിക്ക് യാത്ര വേണ്ടല്ല. ഇവൻ കുംഫയക്കുവിൻ്റെ ആളല്ലേ. അതുകൊണ്ട് ഇയാൾക്ക് മാത്രം അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന അങ്ങനെ അവകാശവാദമായിട്ട് ആള് വരില്ലേ? ഖാലിയെ എതിർത്തു അസ്സർകശിയു അരെ ബികലാമിൻ ലിബ്നി ദിഫാ. അസ്സർകശിന്റെ വാദം എന്താ? ഫതഅഖബഹു എന്ന് പറഞ്ഞാൽ ആരെ തട്ടിമാറ്റി? ഖാലി അബൂ തയ്യിബിന്റെ വാദത്തെ തട്ടി സർക്കശി. സർക്കശിന്റെ ചിന്താഗതി എന്താണ്? വലിയൻ്റെ അവസ്ഥ പരിഗണിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഷെയ്ഖ് തവലാബി ഹജ്ജ് ഉജൂബാകുമ്പോൾ കറാമത്ത് പരിഗണിച്ചിട്ട് സാധാരണഗതിയിലും എനിക്ക് ഹജ്ജിനെത്താനുള്ള അവധിയില്ല, ഇവൻ്റെ കറാമത്തും കൂടെ ചിലവാക്കിയാലോ എന്നാൽ ഹജ്ജ് ഉജൂബായി എന്ന് ഷെയ്ഖ് തവലാബി പറഞ്ഞു. അത് ലൈഫാണെന്ന് പറയും തവലാബി. നേരത്തെ സൗകര്യം പറഞ്ഞ പോലെ ഇവിടെ ദർക്കശീൻ്റെ വാദം എന്താണ്? ഖാലി അബൂ തയ്യിബിന്റെ വാദത്തിനെതിരാണ്. ദർക്കശി എങ്ങനെയാണ് തട്ടിയത്? ഈ കലാമിൻ, ഒരു കലാം ഉപയോഗിച്ചുകൊണ്ട്. ആരുടെ കലാം? ഇബ്നു റിഫത്തിന്റെ കലാം. ഇബ്നു റിഫത്തിന്റെ കലാം ഉപയോഗിച്ചിട്ടാണ് ആരെ തട്ടിയത്? അപ്പോൾ ദർക്കശിക്കും ഇബ്നു റിഫത്തിനും ഒരേ ചിന്താഗതിയാണെന്നല്ല. ഖാലി അബൂ തയ്യിബിന്റെ വിരുദ്ധമായ ചിന്തയാണ്. കറാമത്ത് അത് ഉജ്ജത്താക്കി പിടിക്കണം എന്നാണ് അല്ലേ? ബിമ അല്ല അവൽ തുഹു. ഇബ്നു റിഫത്തിന്റെ ആ കലാമിനെ ഞാൻ വ്യാഖ്യാനിച്ചു. ബിമ ബിമ ഹാസിലുഹു. അല്ല, ഇബ്നു റിഫത്ത് വരെ പറയുന്നുണ്ട് പോലും കറാമത്തായിട്ട് എടുക്കണം. അത് കാണിച്ചുകൊണ്ടാണ് ദർക്കശി ആരെ ഗണ്ണിച്ചത്. പക്ഷേ ഇബ്നു റിഫത്തിന്റെ കലാമിന് അനുയോജ്യം ഒരു തൗബീൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞു നോക്കുമ്പോഴേക്ക് മസാല ആര് പറഞ്ഞു? ഞാൻ സത്യം ഖാലി അബൂ തയ്യിബ് പറഞ്ഞത്. ഗണ്ണിക്കാൻ വേണ്ടി ഇബ്നു റിഫത്ത് ഉപയോഗിച്ച കലാമ സത്യം. ഇബ്നു റിഫത്തിന്റെ കലാമിന് ഇങ്ങനെ ചുമത്തണം എന്നാൽ എല്ലാവർക്കും തീരുമാനമായി. വെറുതെ ഇബ്നു റിഫത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട. അവ്വൽതുഹു ബിമ അബ്ബൽതു ഹു ബിമ ഒന്നുകൊണ്ട് ഹാസിലുഹു. അതിന്റെ ഷോർട്ട് എന്താ? ഹംലുഹു. ഇബ്നു റിഫത്തിന്റെ കലാമിനെ ചുമത്തിക്കൊള്ളൽ. അല അന്നൽ വലിയ ഇദാ ഫഅല ശൈഅ കറാമതൻ തറത്തബ അലൈഹി ഹുക്മുഹു. ഒരു വലിയ സമയതയാ എന്താക്കി നമ്മൾ അവൻ്റെ മേലെ ഫർള് വെച്ച് കെട്ടണ്ട. എന്താക്കി? ചെയ്ത് തീർത്ത്.
എന്നാൽ അത് സ്വഹീഹ് തന്നെ വിധി നടത്തും. അയാളുടെ നുസുക്കുൽ ഇസ്ലാം കൂടി. നിന്റെ മേലെ ഫർദായിട്ടില്ലല്ലോ, ഫർദാകാണ്ട് എങ്ങനെ എന്ന നിയമം പറയാൻ നിൽക്കോ? ഇല്ല. നമ്മൾ വുജൂബ് വെച്ച് കെട്ടൂല. അയാൾ പോകാതെ തന്നെ നമ്മൾ കുറ്റം ചുമത്തോ? നീ എന്തുകൊണ്ട് കറാമത്ത് ചെലവാക്കിയിട്ടില്ല നിയമം ചോദിക്കോ? ഇല്ല. ഹംലുഹു അല അന്നൽ വലിയ ഇദാ ഫഅല ശൈഅ കറാമത്തൻ തറത്തബ അലൈഹി ഹുക്മുഹു. ഏതുപോലെ കമാലു ഹജ്ജ ഉനാ, ഈ മസലയിൽ ഹജ്ജ് ചെയ്തതുപോലെ അവിടെ പോയി എത്താനുള്ള സംവിധാനമൊന്നും കാണാനില്ല പോലും. ഇയാളുടെ കറാമത്ത് കൊണ്ടാണ് എല്ലാം പൂർത്തിയാക്കിയെടുത്തത്. എന്നാൽ ഫയഖ നജ്ജത്തുൽ ഇസ്ലാമാവൂലേ? അമ്മാ അന്നഹു യുകല്ലഫു ബിഫിഇലിൻ യഖ്ദിറു അലൈഹി കറാമത്തൻ ഫല. വല്ല കാര്യവും കറാമത്ത് കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിയായ രൂപത്തിൽ ചെയ്യാൻ പറ്റൂല എങ്കിൽ അവനോട് ഈ കാര്യം കൊണ്ട് നമ്മൾ തക്ലീഫാക്കോ? ഇല്ല. ലിയത്ബാഖിഹിം, പണ്ഡിതന്മാർ ഇത്ബാഖായതിന് വേണ്ടി. ഇത്ബാഖ് ഉണ്ട് എന്നാര് പറഞ്ഞു? കമാ ഖാലഹു യാഫിയും, മഹാനരായ യാഫി ഇമാം പറഞ്ഞതുപോലെ. എന്താ അവർ ഇത്ബാഖാക്കി? അലന്നഹു യംബഗി ലഹു, എല്ലാ ഓരോ വലിയനും നിർബന്ധമാണ്. അത്തനസുഹു, അത്യാവശ്യമാണ്. വിട്ടുവെക്കൽ അൻകസ്തിൽ കറാമത്തി വഫീലിഹ മാംകലഹു, കഴിവിൻ്റെ പരമാവധി ആ കറാമത്ത് ഉപയോഗിച്ച് ജനസ്വാധീനം ഉണ്ടാക്കുകയല്ല വേണ്ടത്, മറിച്ച് മാറി നിൽക്കേ വേണ്ടി. ആർത്തവകാരിയുടെ ചോരയെ പോലെയാണ് അവരുടെ കറാമത്ത്. ഒളിച്ചു കളിക്കേ വേണ്ടത്. കറാമത്ത് എടുത്തിട്ടാ പിന്നെ മുന്നേറല്. ഇത്ബാഖുള്ള നാടെയാണ്. ഇത്ബാഖ് ഉണ്ട് എന്ന് പറഞ്ഞത് യാഫി ഇമാമ്. ആർക്കെങ്കിലും അത്ഭുത സിദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു നടക്കാനോ ഫ്ലാഷ് ആക്കാനോ അതിൻ്റെ പേരിൽ ആളെ സംഘടിപ്പിക്കാനോ ഒന്നും പാടില്ല. അല അന്നഹു യംബഗി ലഹു, സാഹിബുൽ കറാമാത്തിന് അത്യാവശ്യമാണ് അത്തനസുഹു, പരിശുദ്ധി കാട്ടൽ. അതിനെ തൊട്ട് കറാമത്ത് ഉദ്ദേശിക്കലിനെ തൊട്ട് പഠിച്ചവനെ ഏതെങ്കിലും രൂപത്തിൽ കറാമത്ത് ഒഴിവാക്കിത്താ എന്ന് അയാൾ ആഗ്രഹിക്കാൻ പാടണ്ട. ഒരു ശുദ്ധ മനുഷ്യനാണെങ്കിൽ നല്ല കാര്യം ചെയ്യാനല്ല, കറാമത്ത് ഒഴിവാകട്ടെ, എൻ്റെ സ്റ്റാൻഡേർഡ് ഭൂമി ലോകത്ത് അറിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. വഫീലിഹ മാ അൻകരഹു, കഴിവിൻ്റെ പരമാവധി എന്താക്കണം?